സൈന്യമെത്തി അങ്കോളയിലെ ഷിരൂരിൽ. അർജുനും ലോറിക്കുമായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും എങ്ങും എത്തിയില്ല. ഹൈവേയിലെ നാഷണൽ ഹൈവേ 66 മണ്ണ് ഏതാണ്ട് 90% കരസേന സൈന്യം മാറ്റിക്കഴിഞ്ഞു. പക്ഷെ അവിടെ ലോറിയുടെ ഒരവശിഷ്ടവും കണ്ടെത്താൻ പറ്റിയില്ല. അർജുനും ലോറിയും എവിടെ? അപ്പൊ കരസേന ഇപ്പൊ പറയുന്നത് റോഡിൽ ലോറിയില്ല, ലോറി ഒഴുകി താഴെ ഗംഗാവാലി പുഴയിലേക്ക് പോയിരിക്കുക, പുഴയിൽ ഇനി തിരയുക എന്നതാണ് ഓപ്ഷൻ. പക്ഷെ ഇതിനകത്ത് ചില ന്യായമായ ചോദ്യങ്ങളുണ്ട്. അതായത് 40 ടൺ ഭാരമുള്ള തടികൾ ഈ ലോറിയിലുണ്ട്, ഈ ഭാരത് ബെൻസ് ലോറിയിലുണ്ട്. 40 ടൺ ഭാരമാണ്. അതായത് 400-ലധികം കഷ്ണങ്ങൾ, തടി കഷ്ണങ്ങൾ ഈ ലോറിയിലുണ്ട്. അത് കെട്ടി ഭദ്രമാക്കി ലോഡ് ചെയ്താണ് ഈ ലോറി വന്നത്. ഈ ലോറി ആ ഭാഗത്തേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങൾ ഇതിനകം പോലീസിനും അന്വേഷിക്കുന്നവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അർജുൻ്റെ ഭാരത് ബെൻസ് ലോറി ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, ഈ മണ്ണിടിയുന്നതിന് മുമ്പായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ലോറി എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഈ ലോറി മണ്ണിനടിയിൽ തന്നെയുണ്ട്, അതിനകത്ത് സംശയം വേണ്ട. അപ്പോൾ കരസേന ഇപ്പോൾ പറയുന്നത് മുഴുവൻ അരിച്ചു പെറുക്കി ഞങ്ങൾ 90% മണ്ണ് നീക്കി, ലോറി കാണുന്നില്ല. ഇനി ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോറിയുടെ ഈ തടിയുടെ കയറുകെട്ട് പൊട്ടിയിട്ട് ഈ തടി കഷ്ണങ്ങൾ അവിടെയോടൊക്കെ എവിടെങ്കിലും ചിതറിപ്പോകാമല്ലോ. പുഴയിൽ ഒരിടത്തും ഒരു തടി കഷ്ണം പോലും ലോഡ് ചെയ്ത് വന്നതിന് ഒരു തടി കഷ്ണം പോലും കിട്ടിയിട്ടില്ല ഇതേവരെ. അപ്പൊ അങ്ങനെ കെട്ടുപൊട്ടാതെ ലോറി സഹിതം അങ്ങനെ താഴെ പുഴയിലേക്ക് പോയി, പുഴയിൽ മൺകൂനം രൂപപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ പെട്ടുപോയോ എന്നുള്ളതും ഒരു വിഷയമാണ്. പക്ഷെ എന്നാലും നമുക്ക് സ്വാഭാവികമായിട്ട് എങ്ങനെ ലോറി അങ്ങനെ മറിഞ്ഞു ഉരുണ്ട് പോയി കഴിയുമ്പോൾ ഈ കയറ് പൊട്ടിയിട്ട് ഈ തടികൾ എവിടെങ്കിലും പുറത്തെവിടെങ്കിലും വെള്ളത്തിന് മുകളിൽ എവിടെങ്കിലും കാണേണ്ടതില്ലേ? ഒരു തടി കഷ്ണമെങ്കിലും കാണേണ്ടതല്ലേ? എന്താണ് സംഭവിച്ചത്? ഒരു ദുരൂഹമാണ്. ദുരൂഹം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ലോറി ഒരു അതായത് വലിയ വീലുള്ള വലിയ ലോറിയാണ്, സാധാ ലോറിയല്ല, അതിനേക്കാൾ വീലുകളുള്ള നീളമുള്ള വലിയ ലോറിയിലാണ് ഈ തടി കയറ്റി കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഭാരത് ബെൻസിന്റെ ഏറ്റവും പുതിയ മോഡൽ AC ക്യാബിനുള്ള ലോറിയാണ്. അതിനകത്ത് അർജുനുണ്ട്. കാരണം ഇതുവരെ കണ്ടെടുത്ത മൃതദേഹങ്ങളിലൊന്നും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് സൈന്യത്തിനൊരു വെല്ലുവിളിയാണ്. സൈന്യവും ഇപ്പം നേവി പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഓക്കെ, സൈന്യം കരയിലും ചെയ്യുന്നു. ഇതൊരു വെല്ലുവിളിയാണ്. നമുക്കൊരു ദുരന്തമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാൻ കഴിയും? ഇതുവരെയും 7ാം ദിവസമായിട്ട് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്നത് വലിയ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. ഒരു ഉത്തരം വേണ്ടേ ഈ രാജ്യത്തോട്, ജനങ്ങളോട്, ബന്ധുക്കളോട്, അർജുൻ്റെ അല്ലെ മരിച്ച മറ്റുള്ളവരുടെ ബന്ധുക്കളോട്? ഇനിയും മറ്റുള്ളവരെ കാണാനുണ്ട്, മരിച്ചവരില്ലേ, അല്ലെ മണ്ണിനടിയിൽ പോയവരില്ലേ? അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ അധികം വൈകാതെയെങ്കിലും ഒരു ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം, കോഴിക്കോട്ട് നിന്ന് പോയ ഒരു 40-അംഗ സംഘത്തിന്, രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ പോയ 40-അംഗ ഈ രക്ഷാദൗത്യ സംഘത്തോട് തിരിച്ചു പൊക്കോളാൻ കർണാടക പോലീസ് പറഞ്ഞു. അതിപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്. കാരണം സൈന്യം ഏറ്റെടുത്തു, നിങ്ങൾ ഇനി ഇവിടെ വേണ്ട, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അത് ന്യായമായ ഒരു തീരുമാനം തന്നെയാണ്. കാരണം നമ്മളതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം സൈന്യം ഒരു ദൗത്യം ഏറ്റെടുത്താൽ, ഒരു ദുരന്തമുഖത്തെ ഒരു ദൗത്യം ഏറ്റെടുത്താൽ പിന്നെ അവിടെ വേറെ ആരും വേണ്ട. പിന്നെ പോലീസോ മറ്റ് സന്നദ്ധ സേവകരോ പ്രവർത്തകരോ അവിടെ ആവശ്യമില്ല. അത് സൈന്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവരേറ്റെടുക്കട്ടെ, അവർ ചെയ്യട്ടെ. അവർ പുഴയിൽ തെരച്ചിൽ നേവി നാവികസേന നടത്തുന്നുണ്ട്, അവർ ഏറ്റെടുത്തല്ലോ, അവർ ചെയ്യട്ടെ. രാജ്യത്തെ ഏറ്റവും സജ്ജരായ ഒരു വിഭാഗമാണ് സൈന്യം എന്ന് പറയുന്നത്. കരസേനയായാലും വ്യോമസേനയായാലും നാവികസേനയായാലും അവരൊരു രക്ഷാദൗത്യം ഏറ്റെടുത്താൽ പിന്നെ അവിടെ സംസ്ഥാന പോലീസിൻ്റെയോ അല്ലെ ഫയർഫോഴ്സിൻ്റെയോ സന്നദ്ധ സേവകരുടെയോ ഒന്നും ആവശ്യമില്ല. ആ നിലയ്ക്ക് രഞ്ജി ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള 40-അംഗ സംഘത്തോട് തിരിച്ചു പോകാൻ പോലീസ് പറഞ്ഞതിൽ കർണാടക പോലീസ് പറഞ്ഞ് ഞങ്ങളൊരു അസ്വാഭാവികതയും കാണുന്നില്ല. വിട്ടുകൊടുത്തു. സൈന്യം വന്നല്ലോ, വരാൻ വൈകിയതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. സിദ്ധാരാമയ്യ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട് സൈന്യം വരാൻ വൈകി. അതാണല്ലോ സംഭവിച്ചത്. ഇപ്പോൾ വന്നല്ലോ,
അവരേറ്റെടുത്തല്ലോ. മറ്റുള്ളവർ പൊക്കോളാം, കർണാടക പോലീസ് പറയുന്നു പൊക്കോളൂ, ശരിയാണ്. ഇനി നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക. സൈന്യം, നേവിയും ആർമിയും കരസേനയും കൂടെ കാര്യങ്ങൾ തീരുമാനിച്ച് എന്തെങ്കിലും ഒരു തുമ്പ്, ഒരു ഉത്തരം എത്രയും വേഗം വൈകാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുമോ എന്നാണ് ഈ രാജ്യം, ജനങ്ങളും അവരുടെ ബന്ധുക്കളും എല്ലാം ഉറ്റുനോക്കുന്നത്.